ഹായ്, എൻ്റെ പേര് രാജു. ഞാൻ ARC കിച്ചൺ ഫാക്ടറി എന്ന ഫേമിൻ്റെ ഡിസൈനറാണ്. ഇത് ഞങ്ങൾ ലാസ്റ്റ് ചെയ്തൊരു വർക്കാണ്. നമ്മൾ ഈ വർക്ക് ഇപ്പോൾ വീടിൻ്റെ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫോയറിലാണ്. ഈ ഫോയറിൻ്റെ ഈ വാൾ എന്ന് പറയുന്നതിൽ ഈ വാളിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ടെക്സ്ചറാണ്. ഈ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിമ്മിൻ്റെ ടെക്സ്ചറിൽ ഒരു ഗ്രീൻ, ഒരു ഒലീവ് ഗ്രീനൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴത്താണെങ്കിൽ ഒരു നല്ലൊരു മിറർ, ഒരു ഗോൾഡൻ ടച്ചിലൊരു മിറർ, ഒരു വാട്ടറിൻ്റെ ഡ്രോപ്സിൻ്റെ ആണ് ഈ ഒരു മിററിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. അത് താഴത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ടേബിൾ, ആ ടേബിൾ നമ്മൾ ഷൂ റാക്കായി വരുന്നത്. നമ്മളിപ്പോൾ കയറി വരുന്നത് ഫോയറിന്ന് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂം ഡിസൈൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു ഡബിൾ ഹൈറ്റ് ഉള്ള റൂമാണ്. ഡബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നോർമൽ നമുക്ക് ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ 10 feet ഉണ്ടാവുള്ളൂ. ഇത് 20 feet ഹൈറ്റുള്ള റൂമാണ് ലിവിങ് റൂം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നോർമലി എല്ലാവരും ചെയ്യുന്നത് ഈ 10 feetലുള്ള ഡിസൈൻ ചെയ്ത് ബാക്കിൽ നമുക്ക് വാളെല്ലാവരും ഫ്രീ ആയിട്ട് ഇടുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിലൊരു ലക്ഷറി ഫീലിംഗ് ഉണ്ടാവില്ല. ഇപ്പോൾ അത് നോർമൽ ഫീലിംഗ് ആയി മാറും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ പ്ലാൻ മൊത്തത്തിൽ ഒരു മാർബോണേറ്റ് മൈക്ക, ഇതൊരു മാർബോണേറ്റ് മൈക്ക ഡിസൈൻസാണ്. ഈ ഡിസൈൻസ് നമ്മൾ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇതിനൊരു ലക്ഷറി ഫീലിംഗ് വരും. അതുപോലെ തന്നെ ഇതിന് കോൺട്രാസ്റ്റായി കൊടുത്തിരിക്കുന്നത് ഒരു വുഡൻ ഫീലിംഗ് ആണ്. ഇതൊരു വുഡൻ ഫീലിംഗ് ഉള്ള ഒരു ടെക്സ്ചറായിട്ടുള്ള ഒരു മൈക്കാണ്. ഒരു ടിക്ക് ഫിനിഷിൻ്റെ ഫീലിംഗ് ആണ് ഇത് വരുന്നത്. അതുപോലെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ഡ്രോവേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റേ അട്രാക്റ്റീവ് എന്ന് പറയാനുള്ളത് ഇതൊരു ലൂവേഴ്സ് പാനലാണ്. ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ലൂവേഴ്സ് ചെയ്യുന്നത് WPC അല്ലെങ്കിൽ ചാർക്കോളാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫ്രണ്ട്ലി വെതറാണെന്ന് പറയാം. വെതർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. കാരണം പറയുകയാണെങ്കിൽ ഇത് മറ്റ് മെറ്റീരിയൽ പോലെ ചുമല് ഡയറക്റ്റ് ആയതുകൊണ്ട്, വളരെ ഡയറക്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ചതൽ വരിക അല്ലെങ്കിൽ അതിൽ മോയ്സ്ചർ വരിക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ലൈഫ് ലോങ് ഒരു 20-25 years ഒരു ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഇത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമുണ്ടാവില്ല. അത്ര നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിനിങ് കൊടുത്തതാണ്. ഇതൊക്കെ സ്പോട്ട് ചെയ്യുന്നത് ഇതിൽ വരുന്ന ക്യൂരിയസിനെ സ്പോട്ട് ചെയ്യുന്ന ലൈറ്റ്സാണ് എല്ലാ ഷെൽഫിലും കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ഷെൽഫിന്. അതുപോലെ ഇതിൻ്റെ എല്ലാം ഒരു വാം ഫീലിംഗ് കൊടുത്തതെന്നാണ് അതിൻ്റെ ഒരു ലക്ഷറി ഫീലിംഗ് വരുന്നുണ്ടാണ്. ലിവിങ് റൂമിൻ്റെ ഈ വാൾ നോക്കുകയാണെങ്കിൽ ഈ വാൾ സൈഡ് ഇതിൻ്റെ ഫ്രഞ്ച് വാൾ ബീഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി അട്രാക്റ്റീവാണ്. വാൾസ് എപ്പോഴും ഫ്രീ ആയിട്ട് ഇടുന്നത് വരും എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നോർമലി എല്ലാവരും ചെയ്യുന്ന ഡിസൈൻസ് പറഞ്ഞാൽ വാൾ പേപ്പറോ ടെക്സ്ചറാണ്. അത് ഭയങ്കര ഗോഡി ഫീലിംഗ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും ഒരു ഫ്രഞ്ച് ഡിസൈനാണ്. സെൻട്രലായിട്ട് രണ്ട് സൈഡിലായിട്ട് 2 വാൾ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിപ്പോൾ ഈവൻ ബാക്ക് സൈഡിലായാലും നമ്മൾ ആ കോർണറിലായാലൊക്കെ നമ്മൾ ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റൂമിന് നല്ല എഫിഷ്യൻ്റായിട്ട് ലൈറ്റ് കിട്ടുന്നതാണ്. ഈ ഒരു 20 feet ആയിട്ട് ഇത്ര ഹൈറ്റിൽ ലൈറ്റ് വരുന്നതോടെ കൂടാതെ വാളിനുള്ള ലൈറ്റ് കൊണ്ട് നല്ലൊരു പ്ലസൻറ്റ് ഫീലിങ്ങും നല്ല പോസിറ്റീവ് എനർജിയാണ് ഈ റൂമിൽ കയറുമ്പോൾ തന്നെ. അത് ആര് കയറി വന്നാലും പറയാറുണ്ട് വളരെ പോസിറ്റീവ് എനർജിയാണത്. നമ്മളെ വാൾ ഡിസൈൻ കഴിഞ്ഞു. വാളിന് നമുക്ക് ഈ റൂമിന് മാച്ചായിട്ടുള്ള ഗ്രേക്ക് എപ്പോഴും ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ബ്ലൂ നല്ലൊരു മാച്ചിങ് കോൺട്രാസ്റ്റ് കളറാണ്. അപ്പോൾ ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വുഡ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് റിയൽ വുഡാണ്, ആഷ് വുഡാണ്. ഈ ആഷ് വുഡ് ഈ കളർ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്ക ലാമിനേഷൻ വരുന്നതും ഇതായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആഷ് വുഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തത്. പക്ഷേ ചെയ്യുമ്പോൾ ഈ കോട്ട് ചെയ്യുമ്പോൾ ഈ സോഫ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ മൈക്കയുടെ പീസ് കൊടുത്ത് ഇതിനെ കാണിച്ച് പോളിഷ് ചെയ്തെടുത്താണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ ആയാലും അതായത് ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയലാണ്. ഓസ്ട്രേലിയൻ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഓസ്ട്രേലിയൻ ജൂട്ട് എന്ന് പറയും. അങ്ങനത്തെ ഒരു ജൂട്ടാണ് ഇത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ കൂടി ഈ ഡിസൈൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതിൻ്റെ വളരെ പ്ലാൻഡായിട്ട് കസ്റ്റമൈസ് ചെയ്തൊരു ഡിസൈനാണ്. ഇതെന്ന് പറഞ്ഞെങ്കിൽ ഒരു 1 month എടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ക്ലയൻസിൻ്റെ പല സെലക്ഷൻസ് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ കുറേ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ലെതർ ഫിനിഷാണ് കേട്ടോ. ഇത് നല്ല ലെതർ ഫിനിഷാണ്. ഇത് PU അല്ല, ഇത് ഒറിജിനൽ തുർക്കി ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മാച്ചിങ് ആയിട്ടുള്ള ഒരു പില്ലോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിൽ വരുന്ന കർട്ടൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ കർട്ടൻ നമുക്ക് ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾക്ക് പോയി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മോട്ടറൈസ്ഡ് കർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റിമോട്ടിൽ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് മുകളിൽ മോട്ടറുണ്ട്. ഇതിൽ 2 ഇന്നർ കർട്ടനും ഉണ്ട്, മെയിൻ കർട്ടനും ഉണ്ട്. 2 നമുക്ക് റിമോട്ടിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കർട്ടനുണ്ട്.
ഈ സോഫാസിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ലെഗൊക്കെ നോക്കി അറിയാം. ഈ ലെഗ് ഈവൻ എല്ലാവരും ചെയ്യുന്നത് സ്റ്റീൽ ലെഗാണ് ചെയ്യാറ്. നമ്മൾ വുഡൻ ലെഗ് കൊടുത്ത് നാഷ് വുഡൻ ലെഗ് തന്നെയാണ്. അത് ഈ കോർണറൊക്കെ നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ അത്രയും ഫിനിഷ്ഡാണ്. ഇതൊക്കെ ഒരു കർവിഷ് ഫിനിഷാണ്. ഇതിൻ്റെ ലെഗൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സ്മൂത്താണ്. ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ഈ സോഫ ഡിസൈൻ ചെയ്തപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റ്സിൻ്റെ ഡിസൈനേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കാർപ്പൻറ്റേഴ്സും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ഓരോ കാർപ്പൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 40 years ആയിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫിനിഷിങ് ഇത്രയും നല്ല സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പെർഫെക്ഷൻ ഒക്കെ നമ്മൾ അത്രയും നീറ്റ് ആൻഡ് സ്റ്റഡിയാണ്. ഇതൊരു 1 monthലാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ എടുത്തത്. പക്ഷേ ഇതിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് കണ്ടറിയാം. ആ ഡിഫറൻസ് ഇതിലുണ്ട്, ആ ലക്ഷറി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതിന് യെല്ലോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു സിംഗിൾ ഒരു ചെയർ നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു നല്ലൊരു ലക്ഷറിയസ് ഫീൽ നൽകുന്ന ഒരു സിംഗിൾ ചെയറാണ്. നമ്മൾ ഇനി ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടന്നു. ഈ ഡൈനിങ്ങിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർക്കേഡ് ഡ്രൈവ് ചെയ്തത് ഈ ഒരു വുഡൻ ഫീലിംഗ് ആണ്. ഇത് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഫോൾ സീലിംഗ് ചെയ്യിക്കുന്നത് ജിപ്സം ഫോൾ സീലിംഗ്. ആ സീലിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പ്രൊഫൈൽ ചാനലിലെ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ എല്ലാ ലൈറ്റ്സും എല്ലാ LED ലൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീമിയം കാറ്റഗറി പാനസോണിക് ഹാവൽസ് പ്രീമിയം ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എല്ലാം 3-in-1 ലൈറ്റ്സ് ആണ്. അതായത് ഒരു വാം, അതുപോലെ ബ്രൈറ്റ്, ന്യൂട്രൽ വൈറ്റ് എന്ന് 3 കളർ തന്നെ ഒറ്റ സ്വിച്ചിലിട്ട് കത്തും. അങ്ങനെ ഡിഫറെൻ്റ് ഉള്ള മെത്തഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മൾ ഈ കർട്ടനൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്സ്ചർ ഫീലിംഗ് ആണ്. ഈ കർട്ടനൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കർട്ടൻ ഫീലിംഗ്, അതുപോലെ ഈ പെയിൻറ്റിനും ഇതിനും കിട്ടുന്നൊരു മാച്ചിങ് കളറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇന്നർ കർട്ടൻ ആയാലൊക്കെ വളരെ ലക്ഷൂറിയസ് ആൻഡ് പ്രീമിയം ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. ഡെക്കർ എന്ന് പറഞ്ഞാൽ പ്രീമിയം ബ്രാൻഡ് ഉണ്ട് അങ്ങനത്തെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ കാർപ്പൻറ്റേഴ്സിനെ വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഈവൻ ഈ ചെയറൊക്കെ ആയാലും കസ്റ്റമൈസ്ഡാണ് എല്ലാം. അതായത് റെഡിമെയ്ഡ് അല്ല, എല്ലാം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് മോസ്റ്റ് പ്രീമിയം ഐറ്റമായി നമ്മുടെ പ്രയർ യൂണിറ്റാണ്. ഈ പ്രയർ യൂണിറ്റിൻ്റെ ഒരു ഇത് ക്ലയൻറ്റിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഈ ക്രിസ്ത്യൻ വേർഡ്സും ലാറ്റിൻ വേർഡൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈച്ച് ആൻഡ് എവരി ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൻഡ് മെയ്ഡാണ്. ഇതൊന്നും മെഷീനിലല്ല. ഇപ്പോൾ മെഷീനിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഈസിയായിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഫുള്ളി എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു കൊത്തുപണിക്കാരൻ ചെയ്ത വർക്കാണ്. അതായത് ഈ മുന്തിരി വള്ളി അതിലൊക്കെ വളരെ ചെയ്തിട്ടാണ്. ഈ പ്രാവിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പീസ് തേക്കിൽ ചെയ്യുന്നതാണ് ഈ ഡിസൈൻ, ഈ പ്രാവിൻ്റെ ഡിസൈൻ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ സ്റ്റോൺ ലാമിനേറ്റ് ആണിത്. അതായത് റിയൽ സ്റ്റോൺ വിനീർ എന്നാണ് പറയുക. സ്റ്റോൺ വിനീറാണിത്. നമ്മൾ പള്ളികളെ മുമ്പിലൊക്കെയുള്ള ഗ്രോട്ടോ ഇല്ലേ, ആ ഗ്രോട്ടോൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഫീലിംഗ് വന്നുകൊണ്ട് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് വ്യൂവും ഒരു ലക്ഷറി ഫീലിംഗ് ഇതിനുണ്ട്. ഈ ക്ലോക്ക് എന്ന് പറഞ്ഞെങ്കിൽ വിൻറ്റേജ് കളക്ഷൻ എന്നുള്ള ക്ലോക്കാണ്. ഈ ക്ലോക്കിൻ്റെ ഒരു ഡിസൈനും അതിൽ കളർന്നു ആൻറ്റിക്കാണ്. അതിനും മാച്ചിങ് ആയിട്ടുള്ള ആൻറ്റിക് ഡിസൈൻസ് ഉള്ള ലൈറ്റ്സാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡൈനിങ് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാളാണ്. ഈ വാൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തപ്പോൾ തന്നെ വാൾ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രലായിട്ടൊരു തിരുവത്താഴം, ഇതൊക്കെ വുഡല്ല, റിയൽ വുഡനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ തന്നെ അവിടെ ചെയ്ത പോലെ തന്നെ ഒരു ലൂവേഴ്സ്, ചാർക്കോൾ ലൂവേഴ്സ് പാനലിങ് ചെയ്തിട്ടുണ്ട്, വിത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അട്രാക്റ്റീവായ ഒരു ഡിസൈനാണ്. നോർമലി ചെയ്യുന്നത് വിട്ടിട്ട് ടെക്സ്ചർ വാൾപേപ്പർ വിട്ടിട്ടൊരു ഡിസൈനാണ് ഈ ചാർക്കോളും ഫ്രഞ്ച് പിടിയൊക്കെ സാധാരണ കാണുന്നതിലും ഒരു ഡിസൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ്ങിൻ്റെ സെൻറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്, ഒരു മിനി ഷാൻലിയർ. ഈ ഷാൻലിയർ ആയാലും 2 ഫാനായാലും നമ്മളിവിടെ മാച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ആൻറ്റിക് ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ, ഈ ഒരു ഗോൾഡൻ ആൻറ്റിക് ഡിസൈൻ തന്നെ ഇതിൻ്റെ ഫാന്, അതുപോലെ ഈ ലൈറ്റ്സ്, ഈ ക്ലോക്ക് എല്ലാം നമുക്കൊരു ആൻറ്റിക് ഗോൾഡ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്, ലക്ഷറി ലുക്ക് നന്നായിട്ട് ഫീലിംഗ് ആണ് ഇതിനുള്ളത്. അടുത്ത് നമ്മൾ പോകുന്നത് കിച്ചണിലേക്ക്. കിച്ചണിൻ്റെ എൻട്രൻസ് ആണിത്. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോർണറിലാണ് ഈ എൻട്രൻസ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷെൽഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്യൂരിയോസ് വെക്കാനുള്ള ഷെൽഫാണ്, വിത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെൽഫിൻ്റെ നേരെ ബാക്കിൽ ഒരു ഫ്രിഡ്ജാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഇവിടെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ഫ്രിഡ്ജിൻ്റെ സൈഡ് ബാക്കാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ
ഇത് പെട്ടെന്ന് നോക്കിയാൽ ഫ്രിഡ്ജ് കാണൂല, എന്നാൽ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് താനും. കിച്ചൺ എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഫുള്ളെല്ലാം നാനോ വൈറ്റ് മാർബിളാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷാണ് കിച്ചൺ മുകളിൽ. ഇതൊക്കെ അക്രിലിക് ഡിസൈൻസ് ആണ്. അക്രിലിക്കാണ് ഇതിൻ്റെ ഒരു ഷട്ടർ ഫീലിംഗ് അക്രിലിക്കാണ്. അതുപോലെ യൂസ് ചെയ്ത മെറ്റീരിയൽ ഹെറ്റിച്ചിൻ്റെ സോഫ്റ്റ് ക്ലോസ്. അത് ഹെറ്റിച്ച് ഒരു ഹാഫ് ലേ ജർമ്മൻ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മൾ ജർമ്മൻ അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്, ഈസി ആയിട്ട് അടയുന്ന സോഫ്റ്റ് ക്ലോസ് ആണ് ചെയ്യുന്നത്. ഇവൻ അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഫ്രെയിമുകളെല്ലാം എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ ഹെറ്റിച്ചിൻ്റെ പ്രോഡക്റ്റാണ്. ഈ ഹിഞ്ചസ് ഇതൊക്കെ സോഫ്റ്റ് ക്ലോസ് ആണ്, ഒന്നും അടക്കില്ല. സോഫ്റ്റ് ക്ലോസ് ഫീലിംഗ് ആണ് അതിനുള്ളത്. പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രൊഫൈലിൻ്റെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ടർ ആയിട്ടുള്ള അക്രിലിക്കാണ്. അക്രിലിക്കിൽ തന്നെ ഫ്ലൂട്ടർ അക്രിലിക് എന്ന് വരും. അതായത് ഒരു ലൈൻസ് ഉണ്ട് ഇതിന് മുകളിൽ. ഈ ഡിസൈൻസ് ഷെൽഫുകളാണ്. ഈവൻ ഈ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത് ഹുഡ് ആൻഡ് ഹോബ് പറയുകയാണെങ്കിൽ ഹാഫ്ല എന്ന ജർമ്മൻ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഹുഡും ഹോബും നല്ലൊരു മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ GTBT ആണിത്, ഗ്ലാസ് ആൻഡ് പ്ലേറ്റ് ട്രേ കഴിയുകയാണ്. അത് നമ്മളൊരു സാധാരണ എല്ലാവരും ക്ലോസ് ചെയ്ത് കൊടുക്കാറ്. നമ്മൾ ആ ഗ്ലാസ് ആൻഡ് പ്ലേറ്റ് കാണുന്ന രീതിയിലൊരു പ്രൊഫൈലായിട്ട് കൊടുത്ത് കുറച്ച് ലക്ഷറി ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാതും നമുക്ക് ഇതാണ് കേട്ടോ, സോഫ്റ്റ് ക്ലോസിങ് ഹിഞ്ചസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ മൾട്ടി യൂട്ടിലിറ്റി സിങ്കാണ് വെച്ചിരിക്കുന്നത്. ഈ മൾട്ടി യൂട്ടിലിറ്റി സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഇപ്പോൾ ഗ്ലാസ്സൊക്കെ ഈസി ആയിട്ട് കഴുകാൻ പറ്റും. ഗ്ലാസ്സോ അല്ലെങ്കിൽ ബോട്ടിൽസൊക്കെ ഈസി ആയിട്ട് നമുക്ക് കഴുകാൻ പറ്റും. അത്രയും ഫിനിഷായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സോപ്പ് ഡിസ്പെൻസറിയിൽ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെള്ളം പല രീതിയിൽ എടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴുകുക അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സാധാരണ എല്ലാവരും സിങ്കിൻ്റെ മുകളിലാണ് വാട്ടർ പ്യൂരിഫയർ വെക്കുക. നമ്മളത് മാറ്റിയിട്ട് സിങ്കിനാണ് ഇരിക്കുള്ളൂ. കാരണം ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ആണ് വാട്ടർ പ്യൂരിഫയർ വെക്കുമ്പോൾ. അപ്പോൾ ഇത് അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയർ മോഡാണ് വെച്ചിരിക്കുന്നത്. ഇത് RO പ്യൂരിഫൈഡ് വാട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വാക്കഗാർഡിൻ്റെ. ഇത് നമുക്ക് താഴ്ത്ത് വെച്ചിട്ടുണ്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊന്ന് പ്രസ് ചെയ്തെങ്കിൽ ഇത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ എടുക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അല്ലെങ്കിൽ സ്ഥലം ഇവിടെ വെക്കുമ്പോൾ പുറത്തേക്ക് കാണുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ വീടുകളിൽ പോയാലും ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞ ഒരു വൃത്തികേടാണ്. അത് മാറ്റാൻ വേണ്ടി നമ്മളിതിന് അണ്ടർ സിങ്ക് മോഡൽ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ ലൈറ്റ്സ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും നമ്മുടെ ഗ്രോസറി ഐറ്റംസ് വയ്ക്കുകയാണെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും എന്ത് സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ മൈക്രോ ഓവൻ കൊടുത്തിരിക്കുന്നത് ഇൻബിൽറ്റ് മൈക്രോവൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് നല്ല ഫിനിഷ് ആൻഡ് ലക്ഷറി ഒരു പ്രീമിയം ലുക്ക് ഇട്ടാണ് നമ്മൾ ഇൻബിൽറ്റ് കൊടുക്കുന്നത്. നമുക്ക് ടേബിൾ ടോപ്പ് കൊടുക്കാറുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല ഇൻബിൽറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ അടഞ്ഞിരുന്നെങ്കിൽ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് വെജിറ്റബിളിൻ്റെ ഒരു വിക്കർ ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രീമിയം ലുക്കാണ്. ഗ്ലാസിൻ്റെ ഒരു ഡോറുള്ള ഫ്രിഡ്ജാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫ്രിഡ്ജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യൂരിയോസ് ഉള്ള ഈ ഒരു ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് കവർ ആവുകയും ചെയ്യും. ഇവിടെ നല്ലൊരു ഷെൽഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 4 ബർണർ ഗ്യാസ് ആണ്. ഇത് നമുക്കിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഗ്യാസിൻ്റെ ഷോർട്ടേജ്. ഇപ്പോൾ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ തന്നെ സെക്കൻഡ് കിച്ചൺ ഉണ്ട്. സെക്കൻഡ് കിച്ചണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇലക്ട്രിക്കൽ ഇൻഡക്ഷനാണ്. അതും ഹാഫ്ല എന്ന ബ്രാൻഡാണ്. ഹാഫ്ല എന്ന ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ഇൻഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു 4 ബർണർ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മളൊരു ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ എന്തെങ്കിലും ഷോർട്ടേജിന് നമ്മൾ ഇലക്ട്രിക് യൂസ് ചെയ്യാം, ഇലക്ട്രിക് ഷോർട്ടേജിന് ഗ്യാസ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ ബേസിക് ആക്സറീസ് കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടാൻഡം ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് ആക്സറീസ് നമുക്ക് സിങ്ക്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ നമുക്ക് സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചെയ്ത് തരുന്നത് നമ്മളൊരു മൈക്ക ലാമിനേഷനാണ്. അതായത് ഇതൊരു ടെക്സ്ചർ ഫീലിംഗ് ആണ്. നമ്മൾ ഫോയറിൽ നേരത്തെ ഫോയറിൽ കണ്ട പോലെ തന്നെ അത് റിയൽ ടെക്സ്ചറാണ്. ഇത് ടെക്സ്ചർ ഫീലിംഗ് ഉള്ള മൈക്കാണിത്. മൈക്ക ലാമിനേറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു ലൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എൻട്രൻസിൽ നമുക്കൊരു സീലിംഗ് ഉണ്ട്. ഈ സീലിങ്ങിൻ്റെ ഒരു മൈക്ക ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡോർസായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ കൊടുത്തിരിക്കുന്നത്, ഡോറായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം വുഡനാണ്, റിയൽ വുഡാണ്, തേക്കാണിത്. തേക്കിൻ്റെ ഇതും 10mm ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. 10mm ഗ്ലാസ് എന്ന് പറയുന്നത് കാരണം അത് ടഫൻ ഗ്ലാസ് കൂടിയാണ്, ഫുൾ സൈസ്, അതായത് സിംഗിൾ ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്. അത്രയും കോസ്റ്റ്ലിയാണ്, പ്രീമിയം ലുക്കാണ്. അത് ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് നല്ല കിട്ടില്ല. അതുകൊണ്ട് സിംഗിൾ ഗ്ലാസ് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഏരിയയ്ക്ക് വേണ്ട വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സീലിങ്ങിൽ സാധാരണ ലൈറ്റ് കൊടുക്കും. ആ സീലിംഗ് ലൈറ്റ് മാറ്റിയിട്ട് കുറച്ചുകൂടി ലക്ഷറി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം LED സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ ഇത്രയും ലൈറ്റ്സ് കത്താൻ വേണ്ടി ഒരു മാക്സിമം 10 watts ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളൂ. അത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇത് ലൈറ്റ് ആവശ്യം. അതായത് ഒരു ബൾബ് ഇടണമെങ്കിൽ നമുക്കൊരു 40 watts വേണം. ഇതൊരു 10 watts ആവശ്യമുള്ളൂ. അത്രയും നല്ല എഫിഷ്യൻസിയാണ് ഇതിടുന്നത്. എന്നാൽ ലക്ഷറി ഫീലിംഗും വരും. നേരെ മറിച്ച് ഇവിടെ ഒരു ബൾബോ അല്ലെങ്കിൽ ഒരു LED ലാമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഫീലിംഗ് കിട്ടില്ല. ഇത് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത് ഫസ്റ്റ് ലാൻഡിങ് ഏരിയ ആണ്. ഈ ലാൻഡ് ഏരിയ നമ്മളൊരു ഷാൻഡിയർ, ഒരു മിനി ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. ഇതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ലക്ഷറി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡൈനിങ്ങിൽ ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു മിനി ഷാൻഡിയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനി സീരിയൽ ലൈറ്റ്സ്, അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഇവിടെ കയറുമ്പോൾ ഒരു നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. ഈ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ ലിവിങ് ഏരിയ ആണ്. ഈ ലിവിങ് ഏരിയ നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലിവിങ് ഏരിയ ഇതൊരു ഹോം തിയേറ്ററാണ്. നമ്മൾ മറ്റൊരു റൂമിലൊക്കെ നമ്മൾ ധാരാളം സീലിംഗിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വാം ലൈറ്റാണ്, അതായത് ഈ ചാനൽ കണ്ടറിയാം, ഇതൊരു അഡ്ജസ്റ്റബിൾ ചാനലാണ്, മാഗ്നറ്റിക് ട്രാക്ക് എന്നാണ് ഇതിന് പറയുക. ഇത് വളരെ സ്പോട്ടാണ് ചെയ്യുന്നത്, അതായത് ലൈറ്റ് സ്പ്രെഡ് ചെയ്യില്ല. കാരണം ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എന്നാൽ ലൈറ്റ് കുറവില്ല താനും. കാരണം നമ്മൾ വാൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഇതൊരു ഹോം തിയേറ്റർ വാളാണ്. ഇതിൽ നമ്മൾ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. പ്രൊജക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീനാണ് മുകളിലേക്കുന്നത്. ഈ സ്ക്രീൻ ഹിഡൻ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളത് ക്ലോസ് ചെയ്തിടാം. ഇത് റിമോട്ടാക്കി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴെ വരും. താഴെ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സ്ക്രീനെല്ലാം കണക്റ്റഡ് ആണ്. നമ്മുടെ സോഫ ഡിസൈൻ ചെയ്യുന്നത് നമുക്കൊരു കസ്റ്റമൈസറാണ്. ഇത് നമുക്ക് ലിവിങ്ങിലെ ഒരു സോഫയായിട്ട് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഹോം തിയേറ്റർ ആകുമ്പോൾ കിടന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോഞ്ചറായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിക്ക് ഈസി ആയിട്ടുന്ന ഒരു സിനിമ ആണ്, ഒരു ഹോം തിയേറ്റർ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കസ്റ്റമൈസർ കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ്. ഒരു ഗസീബോ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ബാൽക്കണി പറഞ്ഞാൽ പോലെ ഗസീബോ തന്നെയാണ് ഇത്. കാരണം ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇത് ഫുള്ളൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു, കംപ്ലീറ്റ് ഓപ്പൺ ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു സൺഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടൊരു ഗ്ലാസ് റൂഫാക്കി. അതായത് ഇത് 32 mm വരുന്ന ഗ്ലാസ്, സാൻഡ്വിച്ച് ഗ്ലാസ് ഉള്ള ഒരു റൂഫ് ഏരിയ ആണ്. അതായത് 80% ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഈ ഗ്ലാസ്. അപ്പോൾ ഗ്ലാസ്സിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അധികം വല്ലാണ്ട് ലൈറ്റൊന്നും ഇവിടെ വേണ്ട. അവിടെ ഒരു സിറ്റിംഗ് ഏരിയ നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ വേണമെങ്കിൽ നമുക്കൊരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒരു പവർ പ്ലഗിൽ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു കുക്കിംഗ് റേഞ്ചോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും മെഷീൻ വെച്ചൊരു കുക്ക് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഈ നോർമൽ ഫ്ലോർ ശരിക്കും ചെയ്തിരിക്കുന്നത് ഇത് ടൈലായിരുന്നു. പക്ഷേ ടൈലിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ WPC, ഇത് പൂൾ ഡെക്ക് പാനലിൽ നിന്നാണ് പറയുക. ഇത് WPC ആണ് പ്രൊഡക്റ്റ്. ഇതിലിപ്പോൾ നിങ്ങൾ താഴത്ത് വെള്ളം കണ്ടാവും. ഇത് വെള്ളം വീണാലോ വെയിലടിച്ചാലോ ഒന്നും ഒരു കുഴപ്പം പറ്റില്ല. കാരണം ഇത് എക്സ്റ്റീരിയർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറയണമെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. മഴയൊക്കെ പെയ്യാണ്. ഇപ്പോൾ മഴ പെയ്ത് പോയുള്ളൂ. നല്ലൊരു വ്യൂ ആണ്. മഴ പെയ്താലും ഇവിടെ ഇരിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എസ്പെഷ്യലി ഒരു നൈറ്റിലൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഫാമിലി ആയിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. അതിപ്പോൾ ലൈറ്റൊക്കെ ഞാൻ വളരെ മിനിമൈസ് കൊടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു വാം ലൈറ്റ്, പിന്നെ കുറച്ചൊരു ചെറിയ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാവുന്ന ഈ ചെയർ, ഈവൻ ഈ ചെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇത് കെയിനാണ്, ഒറിജിനൽ കെയിനാണ്. ഇത് ഈ കെയിനാണ്. പിന്നെ ഇതൊക്കെ കെയിൻ ഒറിജിനലാണ്, നാച്ചുറലായ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റും ഇതേപോലെ നമുക്ക് ചൂടായാലും മഴയായാലും ഒരു കുഴപ്പം പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അങ്ങനത്തെ
വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഹോട്ടായാലും ഒരു മഴയൊന്നും പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഇതായാലും റിയൽ വുഡാണ്, അതായത് ഇത് ആഷ് വുഡാണ്. ആഷ് വുഡിൻ്റെ മുകളിൽ ബ്ലൂ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കൺസെപ്റ്റ് ബ്ലൂ ആൻഡ് ഗ്രേ ആയതുകൊണ്ട് ഒരു ബ്ലൂ സെൻറ്റർ ടേബിൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതൊരു താഴത്തെ വെച്ച് സ്റ്റോറേജിങ് അല്ലെങ്കിൽ ഉണ്ട്, താഴത്തെ നിന്ന് സ്റ്റോർ ചെയ്യാം. ശരിക്കും ഒരു ഫാമിലി റിലാക്സേഷൻ, ഒരു ഫാമിലിക്ക് ഒരു സിറ്റിംഗ് ഏരിയ ആണിത്. കാരണം നല്ലൊരു കൂൾ ക്ലൈമറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു. ഇവിടെ നമ്മൾ നല്ല സീലിംഗ് ചെയ്തു. സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുള്ള് സീലിംഗ് 32 mm ഗ്ലാസ്, സാൻഡ്വിച്ച് ഗ്ലാസ് ചെയ്തിട്ടാണ് റിവ്യൂണ്. അതായത് 80% നമുക്ക് ഹോട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, സൺലൈറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത്രയും ഭാഗം ഓപ്പൺ ആയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പൺസ് ആണ് ഇതിൻ്റെ ഭംഗി. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഒരു നാച്ചുറൽ ക്ലാഡിങ്സ് ആണ്. ഈ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തത് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇത് ചെയ്യുന്നത്. അതായത് രാജസ്ഥാനി സ്റ്റോൺ എന്നാണ് പറയുക. അത് ഒറിജിനൽ സ്റ്റോൺ ആണ്, അതായത് ആർട്ടിഫിഷ്യൽ ഒന്നല്ല. ഇതിനൊരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ ക്ലയൻറ്റും കുറേ ഡിസ്കസ് ചെയ്ത് അവർക്കൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഇല്ല. അതായത് ഫാമിലി എൻ്റർടൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിവിങ്, ഡൈനിങ് അല്ലെങ്കിൽ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഏരിയ അല്ല. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഏരിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ നല്ലൊരു ചായ കുടിച്ചൊരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റും. ഈവൻ ഈ ഫ്രണ്ട്സായിട്ട് ഗ്യാദർ ചെയ്യുകയാണെങ്കിൽ ഈ 2 പെഗ് അടിച്ചിരിക്കാനും നല്ലൊരു ഏരിയ ആണ്. അത്ര നല്ലൊരു നൈറ്റ് ലൈഫ് മൂഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള, ഈവൻ ക്ലയൻസിനായാലും വരുന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. ചെറിയ ഫാനിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഒരു ചെറിയ മിനിമലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലും ഇലക്ട്രിക്കൽ കണക്ഷൻസോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രിൽ ഉണ്ടാക്കണം, ഒരു കുക്കിംഗ് റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് ചെയ്യാനുള്ള ഒരു കൗണ്ടറും നമ്മൾ ഇതേ ഫ്ലോറിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വല്ല പ്ലാന്റ്സ് വെക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സ് നനയ്ക്കണമെങ്കിലൊക്കെ നമ്മളൊരു പൈപ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ മഴ പെയ്ത് പോയുള്ളൂ. മഴ പെയ്ത് പോയതുകൊണ്ട് കണ്ടില്ലേ, ഈ മഴ പെയ്താലും വെയിൽ കൊണ്ടാലും എത്ര വർഷം കഴിഞ്ഞാലും ഈ ഡക്ക് നശിക്കില്ല. ഇത് പൂൾ ഡക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടൈലൊക്കെ ഇട്ട് നമുക്ക് സ്കിഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ വെള്ളമായ സ്കിഡ് ചെയ്യാണ്ട്. ഈ പൂൾ ഡക്ക് ഭയങ്കര റഫാണ്. നല്ലൊരു ഫീലിംഗ് ഒരു പൂൾ ഡക്കാണ്. ഒരു വുഡൻ ഫീലിംഗ് ആണ്. ഇത് നോക്കി അറിയാൻ പറ്റും, ഒരു വുഡൻ ഫീലിംഗ് ആണ്. പെട്ടെന്ന് കണ്ടാൽ വുഡൻ ആണെന്ന് ഫീൽ ചെയ്യുള്ളൂ, പക്ഷേ ഇറ്റ്സ് നോട്ട് വുഡൻ, പൂൾ ഡക്കാണ്. അത് നല്ലൊരു ഏരിയ ആണ്. ഇത് നമ്മുടെ കുറച്ചൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഈ ബാഗ്നയുടെ കുറച്ചൊരു ഓപ്പൺ ഏരിയ ആണ്. ഈ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂ കാണാനും അതുപോലെ റോഡ് സൈഡ് കാണാനുള്ള ഏരിയ ആണത്. ഒരു ഓപ്പൺ ഏരിയ ആണ്. പിന്നെ ഇനി ഞാൻ വീടിനെ കുറിച്ചുള്ളൊരു ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദിക്കാം. നമ്പർ ഞാൻ കൊടുക്കാം ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ മെസ്സേജായിട്ട് അയക്കാം. യു ക്യാൻ എനി ഡൗട്ട്സ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇതുപോലെ കൺസെപ്റ്റ് ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാനൊരു ഫ്രീ കൺസൾട്ടേഷനും വേണമെങ്കിൽ ഫ്രീ ഐഡിയാസും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനി ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാം. താങ്ക് യു.